രണ്ടാമത് DC അന്താരാഷ്ട്ര പുസ്തക പ്രദർശനവും സാംസ്കാരിക സമ്മേളനവും. ഏവർക്കും സ്വാഗതം. ഗ്രാമീണവും നാഗരികവുമായ സംസ്കാരങ്ങളുടെ സവിശേഷ സംഗമ സ്ഥാനമായ കൊച്ചിയിൽ ബഹുസാംസ്കാരികതയുടെ സർഗസംവാദമാണ് രണ്ടാമത് DC അന്താരാഷ്ട്ര പുസ്തക പ്രദർശനത്തിലൂടെ നിറയുന്നത്. മലയാളത്തിന്റെയും ലോക സാഹിത്യത്തിന്റെയും ഭാവുകത്വ പരിണാമങ്ങളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തിയ DC ബുക്സ് 1974 സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകനുമായ പത്മഭൂഷൺ DC ഇലങ്ക സ്ഥാപിച്ചു. മലയാള വായനയുടെയും എഴുത്തിന്റെയും ചരിത്രത്തിനൊപ്പം വളർന്ന DC ബുക്സ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസാധന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ പ്രസാധനകലയുടെ പരിപൂർണതയാണ് DC ബുക്സിന്റെ അഭിമാനകരമായ നേട്ടങ്ങൾക്ക് കാരണം. വിവിധ മേഖലകളിൽ നിന്നായി 40-ലധികം പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകങ്ങളുടെ ഈ മഹാമേള അതുകൊണ്ട് തന്നെ വിശിഷ്ടമായ ഒരു അനുഭവമായി തീരുമെന്ന് ഞങ്ങൾ കരുതുന്നു. മറൈൻ ഡ്രൈവിലെ വിഖ്യാതമായ സായാഹ്നങ്ങൾക്ക് കൂടുതൽ സർഗചൈതന്യം നൽകുന്ന സാംസ്കാരിക പരിപാടികൾ എല്ലാ ദിവസവും വൈകിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപൂർവവും അമൂല്യവുമായ കാഴ്ചയുടെയും വായനയുടെയും അനുഭവ ലോകത്തിലേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. കാര്യപരിപാടികൾ ആരംഭിക്കുകയായി. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി DC ബുക്സിന്റെ അമരക്കാരനായ ശ്രീ രവി DCയെ ക്ഷണിക്കുന്നു. DC ബുക്സ് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര പുസ്തകമേളയാണിത്. ഇത് എല്ലാ സെൻസിലും ഇതൊരു അന്താരാഷ്ട്ര പുസ്തകമേളയാണ്. കാരണം ഇന്ന് ഇവിടെ ഈ പുസ്തകമേളയിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ളതും ഇന്ത്യക്കകത്തുള്ളതുമായ പ്രധാനപ്പെട്ട പ്രസാധകരും മാത്രമല്ല, ഇന്ന് ലോകത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ നല്ല സാഹിത്യവും സാഹിത്യേതര പുസ്തകവും ഈ 10 ദിവസം അല്ലെങ്കിൽ 10 ദിവസം നിങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ അന്താരാഷ്ട്ര പുസ്തകമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ 10 ദിവസങ്ങളിലായി ഒട്ടനേകം സാഹിത്യകാരന്മാരും മറ്റു മേഖലയിൽ നിന്നുള്ള സാംസ്കാരിക, സാമൂഹിക, സിനിമ, ക്രിക്കറ്റ് തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നുള്ള വ്യക്തികൾ ഈ മേളയുടെ ഭാഗമായി ഇവിടെ എത്തുന്നുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള സമയങ്ങളിൽ ഒട്ടേറെ കോമ്പറ്റീഷൻ സ്കൂളുകൾക്കായി നടക്കുന്നുണ്ട്. വൈകുന്നേരം സാംസ്കാരിക പരിപാടിക്ക് പുറമെ എൻ്റർടൈൻമെൻറ്റ്സ്, പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. 1974 DC ബുക്സ് സ്ഥാപിച്ചത്. ഇന്ന് DC ബുക്സ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സാഹിത്യ ലിറ്റററി പബ്ലിഷിംഗ് ഹൗസിൽ അറിയപ്പെടുന്ന 5-8 ലിറ്റററി പബ്ലിഷിംഗ് ഹൗസിൽ ഒന്നാണ് DC ബുക്സ്. കഴിഞ്ഞ വർഷം ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതും DC ബുക്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പബ്ലിഷേഴ്സാണ് DC ബുക്സ്. പുസ്തക വിൽപ്പനയുടെ രംഗത്ത് 35ഓളം ശാഖകളും 60-ൽ പരം ഏജൻസികളുമുള്ള ഇന്ത്യയിലെ തന്നെ ഒരു വലിയ വിപണന ശൃംഖലയുടെ ഭാഗം കൂടിയാണ് DC ബുക്സ്, കറന്റ് ബുക്സ്. 1952 കറന്റ് ബുക്സ് സ്ഥാപിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ കറന്റ് ബുക്സ് പുസ്തക വിപണന രംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു സ്ഥാപനമാണ്. ഞാൻ ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രഗത്ഭയായ സംഘാടകയും സാമൂഹ്യ പ്രവർത്തകയുമായ കൊച്ചി മേയർ മേഴ്സി വില്യംസ് ആണ്. ബഹുമാനപ്പെട്ട മേയറെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ വാർഷികാഘോഷം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത് വളരെ വേഗം കുറഞ്ഞു വരുന്ന പുസ്തകപ്രേമത്തെക്കുറിച്ചാണ്. ഒരു കാലത്ത് വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന എല്ലാവരും പുസ്തകങ്ങളെ പ്രേമിച്ചിരുന്നു.
ഒഴിവ് സമയങ്ങൾ ചിലവഴിച്ചിരുന്നത് പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. അക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ചിലപ്പോഴെങ്കിലും നോവലുകൾ പോലും നിന്നുകൊണ്ട് വായിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്ന യുവാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സമയം കളയുന്നത് ബുക്സ് വായിച്ചിട്ടാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ബുക്സാണ് ഏറ്റവും വലിയ കൂട്ടുകാരൻ. അങ്ങനെ എവിടെ യാത്ര ചെയ്യുമ്പോഴും പാതി വായിച്ചു തീരുന്ന പുസ്തകങ്ങൾ പൂർണ്ണമായും വായിച്ചു തീർക്കാനുള്ള അവസരമായിട്ടാണ് യാത്രയെ കരുതിയിരുന്നത്. ഇന്ന് ലൈബ്രറി പ്രസ്ഥാനം ഉണ്ടെങ്കിൽ പോലും ലൈബ്രറിയെ സ്നേഹിക്കുന്നവരുടെ എണ്ണം എത്രയുണ്ടെന്ന് നമുക്ക് അറിയില്ല. കാരണം വായനാശീലം പത്രങ്ങളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോളേജുകളിൽ പോലും പുസ്തകങ്ങൾ വളരെ കുറച്ചു മാത്രമേ വായിക്കുന്നുള്ളൂ. എക്സാമിനേഷൻ ഓറിയന്റഡായിട്ട് കരുതി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം കുറേ പുസ്തകങ്ങൾ വായിക്കുക. അതിൽ കൂടുതലായി സാഹിത്യ പരിചയം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയോ മറ്റോ ഒക്കെ വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും തീരെ പുസ്തകത്തിൻ്റെ സ്നേഹം കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിരാശപ്പെടുത്തുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, കോളേജുകളിലും മറ്റും വളരെ പ്രാധാന്യം നേടേണ്ട വിഷയങ്ങൾക്ക് പോലും പുസ്തകങ്ങൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു, ഇന്ന് പുസ്തകത്തിന് പകരം അറിവ് ലഭിക്കാനുള്ള മാർഗങ്ങൾ മറ്റു പലതുമുണ്ട്. പ്രത്യേകിച്ചും ഇൻ്റർനെറ്റിൽ കൂടി ധാരാളം അറിവുകൾ ലഭിക്കും. വെബ്സൈറ്റ് തുറന്നു വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു മാർഗങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടായിരിക്കാം പുസ്തകപ്രേമം പറയുന്നത്. പക്ഷേ ഇൻ്റർനെറ്റിൽ കൂടി വരുന്ന നോവലുകളെക്കാളും കഥകളെക്കാളും കവിതകളെക്കാളും ഒക്കെ സാഹിത്യപരമായ താല്പര്യങ്ങളുള്ളവർക്ക് ഇപ്പോഴും പുസ്തകങ്ങൾ തന്നെയാണ് അഭികാമ്യമായി തോന്നുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇൻഫർമേഷൻ്റെ ഒരു കാലഘട്ടത്തിലാണിപ്പോൾ. ഇൻഫർമേഷൻ ധാരാളം തേടുന്ന ഒരു സൊസൈറ്റി, പ്രത്യേകിച്ചും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു അവർ കൂടുതലായി നേടുന്ന ഒരു സൊസൈറ്റിയാണ് നോളജ് സൊസൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ അതിനൊരു ഗമയുണ്ട്. ഈ ലോകത്തിൽ മുഴുവനും ഇപ്പോൾ ആ ഒരു നോളജ് സൊസൈറ്റി സ്ഥാപിക്കാനുള്ള പ്രവണതയാണുള്ളത്. ശ്രീ ലക്ഷ്മൺ ഗെയ്ക്വാദ് ഇപ്പോൾ ഭദ്രദീപം കൊളുത്തി അന്താരാഷ്ട്ര പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. I invite Sri Lakshman Gaikwad to light the lamp and inaugurate the function, and for the inaugural speech thereafter. सही मायने में मैं तो मलयालम नहीं बोल सकता हूँ, लेकिन मलयालम में मेरी किताब दामोदरन कालियत ने किया है. डीसीपी बुक ही वही काम करती है. मैं पहली बार सुना हूँ कि एक बुक पब्लिशर 37 पब्लिश
की अलग अलग शाखाएं हैं। ये सबसे बड़ी बात है कि केरला एक ऐसा स्टेट है कि जहाँ पर कितने ही बुक निकाले जाए वो सभी के सभी लोग विकट लेते हैं, पढ़ते हैं, जानकारी हासिल करती है। अभी मेरे मैडम कह रही थी और मेरे दोस्त मुझे बता रहे थे कि आजकल पढ़ने का इतना ये नहीं रहा है, लेकिन मैं उल्टा सोचता हूँ कि पहले कुछ लोग पढ़ते थे और कुछ लोग लिखते थे। मुठभर लोग यानी मुट्ठी भर लोग लिखते थे, मुट्ठी भर ही पढ़ते थे। लेकिन जब मैं पंचुन का फेस्टिवल में ओपनिंग किया, पंचुन जैसे आदमी उस समय भी जानकारी हासिल करके लिखते थे। आज मैं ये देख रहा हूँ कि महाराष्ट्र के कई कोने पे रहने वाला लक्ष्मण गायकवाड़ जब केरला में आया है तो इसका मतलब है कि लोग और ज्यादा पढ़ने लगे हैं। ये प्रेस मीडिया के जरिए हर घर में पहुंचेगा कि ऐसा कोई कोची में पूरी दुनिया की किताब इंग्लिश है, मलयालम है, हिंदी है, तेलुगु है, कन्नड़ा है, बहुत सारी किताबें यहाँ पर उपलब्ध है। तो ये बात जब हर घर में जाएगी तो बहुत से लोग खरीदी करने के लिए कोची के सभी लोग यहाँ आएंगे और वो किताब खरीदी करके हर घर में जाके पढ़ेंगे। ये सबसे बड़ा एक योगदान है जो इलेक्ट्रॉनिक मीडिया और प्रिंट मीडिया ये साथ साथ चल रहा है। इसीलिए बहुत बड़ा ग्रोथ लिखने का, पढ़ने का हमारे देश में बहुत बड़ा काम होने जा रहा है। मुझे लगता नहीं कि मैं देखता हूँ महाराष्ट्र में, हमारे महाराष्ट्र में पहले कभी एक साहित्य सम्मेलन होता था, कुछ लोग लिखते थे। अभी सभी दलित राइटर्स, आदिवासी राइटर्स, ओबीसी राइटर्स, सब तबके के लोग लिखने लगे हैं और सबकी किताबें बाहर आने लगे हैं। काफी लोग पढ़ रहे हैं। अभी मेरे जैसा बाय बर्थ क्रिमिनल का लड़का जो गधे के ऊपर बैठ के अपना रोजी रोटी संभालता था और हमेरा काफिला हर गांव में पहुंचता था, उसी का एक लड़का जब पढ़ता है और लिखता है और वो किताब पूरे देश में नहीं तो दुनिया में लोग पढ़ते हैं, तो ये सबसे बड़ी बात है कि साहित्य हर जगह पढ़ा जा रहा है। ये ऐसा मत सोचिए कि साहित्य कोई नहीं पढ़ रहा है। मैं ये बात कह रहा था कि पहले कभी प्रिंट मीडिया के जो पेपर थे, न्यूज़पेपर, तो कुछ हजारों में बिकते थे, अभी तो लाखों में बिक रहे हैं। कुछ लोग तो करोड़ों की बात कर रहे हैं। ये अगर लोग नहीं पढ़ते तो ये इतनी पेपर कैसे निकल नहीं जाते। केरला में तो अभी जो डीसीपी बुक के इतने सारे ब्रांच पूरे देश में है कि मलयालम भाषा का ग्रोथ कितना बढ़ गया है। तो मैं डीसीपी बुक्स के प्रकाशक को मैं धन्यवाद देता हूं कि मैं पहली बार सुना हूं कि एक डीसीपी प्रकाशन इतने अपने केंद्र खोल सकता है और लोगों तक पहुंच सकता है। ये बड़ी बात है। मैं कल ही डीसीपी बुक के एक किताब, मेरे दोस्त राम मुनि का किताब कालीकत में मेरे हाथ से प्रकाशन हुआ और बहुत बढ़िया किताब लिखा है। यानी धरती की स्त्री की माया कैसी अच्छी होती है और इस देश में माया यानी प्रेम, लव दुनिया में यानी मैलू लजना से लेकर मैलू लैला से लेकर हमारा कृष्ण और गोपी या सभी जो प्रेम पत्र है, जो प्रेम पात्र है, नायक है, वो आज तक कैसे जिंदे हैं जिसमें उसने कहा है। और आंख उसके मुख पृष्ठ का हिस्सा है, यानी आंख से आदमी बोलता है, आंख से आदमी गुस्सा कर सकता है, आंख से आदमी कैसा है ये भी मालूम पड़ता है। वो मुख पृष्ठ से मैंने कल बात की और मुझे खुशी इस बात की है कि मैं कोची जैसे शहर में आया, मुझे यहाँ डीसीपी बुक सेलर ने यहाँ मुझे बुलाया। मैं यही चाहूंगा इस इंटरनेशनल बिक्री के स्थान पर मैं उद्घाटन इसलिए कर रहा हूं। एक
यहाँ आके जब उद्घाटन किताब का करता है तो ये बहुत बड़े मायने रखता है कि हमारे देश में वही जिंदा रहने वाला है आने वाले समय में जो और उनका दुख दर्द खुद बांट लेगा, खुद पड़ेगा और मालूमत लेके उनको जस्टिस देने की बात। यानी साहित्य जोड़ता है, साहित्य तोड़ता नहीं है। साहित्य उसी का नाम है जो इंसान का मन दिल साफ करने का कोशिश करता है, सुसंस्कृत दिल बनाने का कोशिश करता है। धर्म और जाति की बात छोड़कर इंसानियत की बात करता है, वही साहित्य अमर होता है और घर घर में पहुंचता है। मैं यही इस अवसर पे एक आशा करता हूं कि कोची के सभी भाई बहन यहाँ आए और अपनी यहाँ आके किताब खरीदी करे और अपने बच्चों को यहाँ की जो इंफॉर्मेशन है, यहाँ की किताब की जो मालूमात है वो हर घर में जाए और घर में पढ़े। दोस्तों, इस अवसर पर मैं यही कहूँगा कि मैं जिस तबके से दलित राइटर बोल के उभार के आया हूँ, पहले भी कभी प्रेमचंद हिंदी में कभी दलित का दुख लिखते थे, बांटते थे, लेकिन आज खुद दलित ही लिख रहा है और दलित ही अपना किताब निकाल रहा है। और दाई में और माई में बहुत अंतर होता है, वैसा साहित्य में भी आज जो दलित आदिवासी लिख रहा है वो इस धरती की जो मिट्टी है उसका उसमें सुगंध है। और आज तक दलित, पिछड़े, आदिवासी जो नीचे का क्लास है उसका सही मायने में दर्द दुख साहित्य में नहीं उतरा है। लेकिन पहली बार ऐसा हुआ है कि मेरे जैसे राइटर लिख रहे हैं और वहां का तबके की मिट्टी का सुगंध आप लोगों तक आ रहा है। नहीं तो मैं एक आदिवासी लड़का आज केरल जैसे स्टेट में आया हूँ, मेरी किताबें इधर बहुत चलती हैं, मैं ऐसा सुना हूँ। कन्नड़ा में तो मेरा 4 यूनिवर्सिटी में किताब पढ़ाया जाता है, बहुत सारे भाषा में मेरी किताबें आज आई है और मैं चाहता हूँ कि आप भी इसमें हिस्सेदार बनिए और आप किताब पढ़िए। किताब ही एक ऐसा दोस्त है जो हमेशा जिंदा रखता है सुख में, दुख में, दर्द में। और किताब ही एक ऐसी चीज है कि टेंशन मुक्त कर देता है, बीमारी से मुक्त करता है। ऐसे किताब आप सोते समय पढ़ते पढ़ते सो जाइए, बहुत अच्छी नींद आती है। और अच्छी नींद लेने के लिए किताबें पढ़ना जरूरी है। टीवी देखने से तो ज्यादा सर दर्द और आंख की बीमारी बढ़ती है, लेकिन किताब पढ़ने से तो कोई बीमारी नहीं बढ़ती है। मैं चाहता हूं कि कम से कम हमारे सीतू जी के भी किताबें यहाँ होंगी, उनकी किताब मलयालम में पढ़िए। और आप तो पढ़ते ही है, लेकिन मेरा मकसद ये था कि यहाँ पर आया हूँ तो कुछ बातें करूँ। डीसीपी बुक सेलर को, उनके पब्लिशर को मैं बहुत बहुत धन्यवाद देता हूँ कि उन्होंने मुझे यहाँ बुलाया, डीसीपी बुक वालों ने। और वो सोशल वर्क भी करते हैं, 600 लोगों का आप संसार चलाते हैं, इतने बड़े पैमाने पे आपके लोग हैं, स्कूल भी चलाते हैं। ये सबसे बड़ी बात मैं पहली बार सुन रहा हूँ कि कोई पब्लिशर स्कूल भी चलाता है इस माध्यम से। तो दोस्तों, मैं अंत में यही कहूँगा कि केरला के लोगों को ज्यादा बोलने की जरूरत नहीं। केरला एक ऐसा अदर स्टेट है जो इंडिया का सबसे बड़ा एक मॉडल है कि जिस केरला में ज्यादा से ज्यादा पढ़ाई है, ज्यादा से ज्यादा यहाँ के को है, दलित के लोग ज्यादा से ज्यादा पढ़ लिख कर यहाँ राष्ट्रपति बनते हैं और चीफ जस्टिस भी बन सकते हैं। ये मिसाल केरला का है। और मैं यही चाहता हूं कि केरला की मेयर भी एक लीडी है, जिस औरत को हमने कई बार नकारा है। കൊച്ചിയിലെ ഹിന്ദി അറിയുന്നവർ ധാരാളം പേരുണ്ട്. ഒട്ടും ഹിന്ദി അറിയാത്തവർക്ക് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗിച്ചതിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപം. ये दीवार पर्दों की तरह खिलने लगी है. ഈ ചുമർ തിരശ്ശീലകളെ പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. लेकिन शर्त भी बुनियाद हिले चाहिए. പക്ഷേ ഈ അതായത് പർദ്ദ, അതായത് നമ്മുടെ കർട്ടൻ ഇറങ്ങിക്കൊണ്ട് കാര്യമില്ല. പക്ഷേ
ദുനിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തറയാണ്. ഈ കെട്ടണം മാത്രം എഴുതുന്നത് കാര്യമില്ല. ദേശ് സിർഫ് ഹംഗാമ കടക്കുന്ന मेरा मकसद नहीं है. വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതല്ല എൻ്റെ ലക്ഷ്യം. ഹംഗാമ കരണവരെ വെറുതെ ഒരു ബഹളം ഉണ്ടാക്കുക, അതല്ല എൻ്റെ ലക്ഷ്യം. मेरा मकसद है कि आपकी सूरत बदलनी चाहिए. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർണ്ണമായി നിങ്ങൾ മാറണം. നിങ്ങളുടെ ആ രൂപമുണ്ടല്ലോ അത് പൂർണ്ണമായി മാറ്റിമറിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. मेरे दिल में न सही तेरे दिल को सही हो. അല്ല, എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ तेरे दिल में तो सही हो കാന്തി की आग जलनी चाहिए. എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധതയിലും വിപ്ലവത്തിന്റെ അഗ്നി പടരണം. ഹർ ഗർമേ കിതാബ് പढ़नी चाहिए. ഓരോ വീട്ടിലും പുസ്തകം എത്തണം. ഇത്രയും മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. നന്ദി. നന്ദി ശ്രീ ഷൺമുഖൻ കൊല്ലാപ്പറ്റ. നമ്മുടെ മുഖ്യ പ്രഭാഷകനായ പ്രൊഫസർ സെബാസ്റ്റ്യൻ പോൾ MP വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രവി DC അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് വേദിയിലേക്ക് ആനയിക്കുന്നു. മുഖ്യപ്രഭാഷണത്തിനായി ശ്രീ സെബാസ്റ്റ്യൻ പോൾ MP-യെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതൊരു പുസ്തക മേളയാണ്, പുസ്തകോത്സവമാണ്. DC ബുക്സ് എന്നത് കേരളത്തിലെ പുസ്തക പ്രസാധനത്തിൻ്റെ ഒരു പര്യായമായി മാറിയിട്ടുണ്ട്. DC ബുക്സുമായി വ്യക്തിപരമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ. 30 വർഷം മുമ്പ് എൻ്റെ ഒരു പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് DC ബുക്സാണ്. തുടർന്നും ഏതാനും പുസ്തകങ്ങൾ DC ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. DC എന്നത് DC ബുക്സ് എന്ന് പറയുന്നത് DC എന്നത് 2 അക്ഷരങ്ങൾ തന്നെ പുസ്തകത്തിൻ്റെ മറ്റൊരു പദമായി മാറിക്കഴിഞ്ഞു. കേരളത്തിൽ പുസ്തക വായന ജനകീയമാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണത്. പുസ്തകം വാങ്ങുക, പുസ്തകം വാങ്ങി സൂക്ഷിക്കുക, അത് സ്വകാര്യമായ ഒരു സ്വത്തായി മാറുക, ആ വായന അനുഭവം സ്വകാര്യമായി ആസ്വദിക്കുക, ആ രീതിയും ശീലവും മാറാത്തിടത്തോളം പുസ്തകങ്ങൾ നിലനിൽക്കും. തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന പ്രൊഫസർ സെബാസ്റ്റ്യൻ പോളിന് നന്ദി പറഞ്ഞുകൊണ്ട് ആശംസ പ്രസംഗങ്ങളിലേക്ക് കടക്കുന്നു. ശ്രീ M.M. മോനായി MLA ആണ് ആശംസ പ്രസംഗികളിൽ ആദ്യമായി. പ്രഗത്ഭനായ സംഘാടകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ M.M. മോനായി എറണാകുളത്ത് സുപരിചിതനായ അദ്ദേഹത്തെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏതായാലും വളരെ നല്ലൊരു സംരംഭത്തിനാണ് DC ബുക്സ് ഈ സംരംഭം നടത്തിയത്. ഇവിടെ ഒട്ടനവധി അഭിപ്രായങ്ങൾ വന്നു. അതായത് വായന മരിക്കുകയാണ് എന്ന് പറഞ്ഞു. വായന ഒരിക്കലും മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈയിടെ ഇന്ത്യ ടുഡേയുടെ അവിടെ വാർഷിക ആഘോഷിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, പുസ്തകവും കമ്പ്യൂട്ടറും തമ്മിലുള്ള വ്യത്യാസം അവർ വളരെ ചുരുങ്ങിയ വാക്കിൽ അവർ പറഞ്ഞു. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് ആഞ്ഞിരിക്കണം, പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് പുറകോട്ട് ആഞ്ഞിരുന്ന് വായിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും പുസ്തകം മരിക്കും എന്ന് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ആദർശ് സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പലുമായ ശ്രീമതി നിത്യ ഗോപാലകൃഷ്ണനെ ആശംസാ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. I am deeply honored to be associated with a great organization like DC Book. Their prime motto is spread reading habit amongst children. എല്ലാവരും പറഞ്ഞിരുന്നു റീഡിംഗ് ഹാബിറ്റ് കുറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആസ് എ പ്രിൻസിപ്പൽ 10 വർഷം ടീച്ചിങ് പ്രൊഫഷനിൽ ഇത്രയും കൊല്ലം ഇരുന്നതിൽ ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഇടയിൽ റീഡിംഗ് ഹാബിറ്റ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങൾ you can have so many other reasons for that. You can say TV and computer, all those things are there to guide their way and they get easy information from TV and computer. But what you gain out of reading is your imagination power increases. അതിൽ യാതൊരു സംശയമില്ല. അതിൽ കുറച്ചൊരു കുറവുണ്ടോ എന്നുള്ളൊരു തോന്നൽ കാര്യമാണ് ഞാൻ. I believe in that. So DC Book is great, taking a great initiative in encouraging reading habit. ഉദ്ഘാടന സെഷൻ ഇതോടെ അവസാനിക്കുകയാണ്. പ്രശസ്ത എഴുത്തുകാരായ ശ്രീ സേതുവും ശ്രീ CV ബാലകൃഷ്ണനും നമ്മോടൊപ്പമുണ്ട്. അവർ ഇതേ തുടർന്ന് നടക്കുന്ന ഇന്ററാക്റ്റീവ് സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കാമെന്ന് എത്തിയിരിക്കുകയാണ്.
അടുത്തതായി ഇന്ററാക്റ്റീവ് സെഷനാണ്. ഇന്ന് നോവൽ ദിനം. വർത്തമാനകാലത്ത് എന്താണ് മലയാള നോവൽ വായന നടത്തുന്ന ഇടപെടൽ? എന്താണ് നോവലുകൾ ഉയർത്തുന്ന സർഗാത്മകമായ പുതിയ അനുഭവങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്ന പുതിയ അറിവുകൾക്കായി സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ സൗമ്യ സാന്നിധ്യവും അക്കാദമി അവാർഡുകൾക്കപ്പുറത്ത് വായനക്കാർ കൈനീട്ടി സ്വീകരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീ സേതു നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഈ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മോടൊപ്പമുള്ളത് ശ്രീ CV ബാലകൃഷ്ണനാണ്. മലയാളത്തിന്റെ സർഗ ചൈതന്യം, സംഗീതമായ ജീവിതത്തിന്റെ മാനുഷികമായ രേഖകളാണ് CV ബാലകൃഷ്ണന്റെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൃദയപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പുതിയ തലമുറയിലെ നോവൽ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി DC ബുക്സ് എക്കാലവും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും പുതിയ ഇടപെടലായ ശ്രീ OV വിജയൻ സ്മാരക നോവൽ മത്സരത്തിലെ അവാർഡിന് പരിഗണിക്കപ്പെട്ട 5 നോവലിസ്റ്റുകൾ നമുക്കൊപ്പമുണ്ട്. ശ്രീ സുരേഷ് P. തോമസ്, 2048 കിലോമീറ്റർ എന്ന നോവൽ എഴുതിയ ശ്രീ സുരേഷ് P. തോമസ്, അരൂപികളുടെ നഗരം എന്ന നോവൽ എഴുതിയ റോഷ്നി സ്വപ്ന, അഭിലാഷിക എന്ന നോവൽ എഴുതിയ ജോസ് K. മാനുവൽ, ഖനനങ്ങളുടെ ഓർമ്മയ്ക്ക് എന്ന നോവൽ എഴുതിയ സുമോ, മുറുമുഖം എന്ന നോവൽ എഴുതിയ ശ്രീ P. രഘുനാഥ്. ഇവരെ എല്ലാവരെയും ഈ സംവാദ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ പുസ്തക പ്രകാശനവും നടക്കും. ശ്രീ സുരേഷ് P. തോമസിന്റെ 2048 കിലോമീറ്റർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കുന്നതാണ്. ശ്രീ സുരേഷ് P. തോമസ്, റോഷ്നി സ്വപ്ന, ജോസ് K. മാനുവൽ, സുമോ, P. രഘുനാഥ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വർത്തമാനകാലത്ത് മലയാള നോവൽ വായന നടത്തുന്ന ഇടപെടലിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ സേതുവിനെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ശ്രീ ലക്ഷ്മൺ ഗെയ്ക്വാദിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ കുറേ നേരം ഇന്ത്യൻ സാഹിത്യത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചും ഇവിടെ വെച്ചും സംസാരിച്ചു. ഒരു പക്ഷേ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം തന്നെ ഏറെക്കുറെ സാർത്ഥകമാകുന്നത് ഇത്തരം വ്യക്തിപരമായ സംഭാഷണങ്ങൾ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എടുത്തു പറഞ്ഞ 2 കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി. അടിസ്ഥാനപരമായി എഴുത്തുകാരൻ നന്മയുടെ അംശത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അറിയാതെ നന്മയുടെ അംശം എഴുത്തിൽ കൂടി പ്രസരിപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം സാഹിത്യം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തലമുറ, ഏറ്റവും പുതിയ തലമുറയിലെ നോവലിസ്റ്റുകൾ, കലാകാരന്മാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വായനക്കാർ തിരഞ്ഞെടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ എഴുത്തിനെപ്പറ്റി, കഥയെപ്പറ്റി, നോവലിനെപ്പറ്റി, കവിതയെപ്പറ്റി വായനക്കാർ ചില സങ്കല്പങ്ങൾ പുലർത്താൻ തുടങ്ങുമ്പോൾ എഴുത്തുകാരൻ എന്തെഴുതണം, ഒരു പുതിയ നോവലിസ്റ്റ് എന്തെഴുതണം എന്നൊരു ചോദ്യം അവരുടെ മുമ്പിൽ ഉയരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഞങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. എന്തെഴുതണം ആരും പറഞ്ഞിട്ടില്ല എന്നൊന്നും ആലോചിച്ചിട്ടുമല്ല എഴുതാൻ തുടങ്ങിയപ്പോൾ ചുറ്റും കാണുന്ന ജീവിതത്തെപ്പറ്റി ഞങ്ങൾക്ക് അറിയാവുന്ന എഴുതി. പക്ഷെ ഈ വായനയെ തിരിച്ചു പിടിക്കണം എന്ന ഒരുപാട് എന്താ പറയുന്നത് പ്രസ്താവനകൾ നമ്മൾ ചുറ്റും, ശബ്ദഘോഷങ്ങൾ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ നോവലിസ്റ്റ് ഒരു പക്ഷേ അയാൾ നേരിടാൻ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തിനെപ്പറ്റി എഴുതണം, എങ്ങനെ എഴുതണം, എങ്ങനെ നവീകരിക്കാൻ കഴിയും, ഇതെല്ലാം വലിയ വലിയ പ്രശ്നമാണ്. നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തുള്ള പ്രശ്നമാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, അധികാരന്മാരായ നോവലിസ്റ്റുകൾ ഇല്ല എന്ന് പറഞ്ഞു കേൾക്കാറ്. കുറേയൊക്കെ സത്യമാണ്. ഞങ്ങളുടെയൊക്കെ തലമുറ അടക്കം ഇത് സമ്മതിക്കാൻ തയ്യാറാണ്. നമ്മളിപ്പോൾ ശ്രീരാമപിള്ളയും അത് കഴിഞ്ഞപ്പം തകഴിച്ചാട്ടിൻ്റെയും ഒരൂരിൻ്റെയും ഒറ്റക്കാടിൻ്റെയും ഒക്കെ കാലഘട്ടം, NT വാസുദേവൻ നായരുടെയൊക്കെ വരെ കാലഘട്ടത്തിലും VK അടക്കം
അധികാരന്മാരായ നോവലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അധികാരന്മാരുണ്ടോ ഇല്ലെന്നൊക്കെ പറയേണ്ടത് നമ്മളല്ല, ഒരുപക്ഷെ അത് നിശ്ചയിക്കേണ്ട കാലമാണ്. ഒരു കലാസൃഷ്ടിയും ഒരു സാഹിത്യ സൃഷ്ടിയും അത് സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് വിലയിരുത്തപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരുപക്ഷെ പലതും പൊങ്ങി വരിക, പലതും അറിയപ്പെടുക പിൽക്കാലത്തായിരിക്കാം. കാലത്തെ വെല്ലുക എന്നുള്ളതായിരിക്കാം ഏത് സാഹിത്യ സൃഷ്ടിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഏത് എഴുത്തുകാരനും എന്നും നേരിട്ടിട്ടുള്ള വെല്ലുവിളി, ഏത് ഭാഷയിലും നേരിടുന്ന വെല്ലുവിളി. ആ നിലയ്ക്ക് ഇന്നത്തെ ചെറുപ്പക്കാരുടെ സംഭവത്തോളം അവരെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. പക്ഷേ ഇവർക്ക് നേരിടാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവർ ജീവിക്കുന്ന ലോകം കുറെ കൂടി സമ്പന്നമാണ്. അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ കുറെ കൂടി ഞങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ വളരെ വളരെ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ട്. സാങ്കേതിക വിദ്യയുണ്ട്. കുറെ കൂടി കോംപ്ലക്സായ സങ്കീർണമായ ഒരു ലോകമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാൻ ഉള്ള അസംസ്കൃത വസ്തുക്കൾ ജീവിതത്തിൽ നിന്ന് കിട്ടും. അപ്പം ആ നിലയിൽ ഈ തലമുറ തീർച്ചയായും നമ്മുടെ മലയാളം നോവലിന് ഇരട്ടി കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി സംസാരിക്കുവാൻ ശ്രീ CV ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. അടിസ്ഥാനപരമായി ഒരു നോവൽ വായനക്കാരനാണ്. വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് നോവലുകളാണ്. കഥകൾ, ചെറിയ കഥകൾ ഒരിക്കലും എന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല അക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പല പ്രമുഖ എഴുത്തുകാരുടെയും ചെറുകഥകൾ ഞാൻ വായിച്ചത് വളരെ കഴിഞ്ഞാണ്. കാരണം അവരിൽ പലരുടെയും കഥകൾ ആദ്യ വായനയിൽ എന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയിരുന്നു. അതേസമയത്ത് തന്നെ ദീർഘങ്ങളായിട്ടുള്ള ആഖ്യാനങ്ങൾ, നോവലുകൾ, അവ ഏത് ഭാഷയിൽ നിന്ന് ആയാലും എന്നെ അനുഭവപ്പെടുത്തുകയും അവ ഒരുപാട് അറിവുകൾ, വിസ്മയങ്ങൾ എനിക്ക് പകർന്നു തരികയും ചെയ്തു. ഇപ്പോഴും ഞാൻ എന്നെ കരുതുന്നത് ഒരു നോവൽ വായനക്കാരൻ എന്ന നിലയ്ക്ക് തന്നെയാണ്. ഇപ്പം മറ്റ് വിജ്ഞാന ശാഖകൾ പലതും വളരെ വിപുലീകൃതമായെങ്കിലും ഒരുപാട് ആ രീതിയിലുള്ള കൃതികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പുസ്തകശാലകളിൽ അന്വേഷിക്കാറുള്ളത് പുതിയ നോവലുകൾക്ക് തന്നെയാണ്. നമ്മുടെ ഭാഷയിൽ അത് വേണ്ടത്ര സജീവമല്ലെങ്കിലും ലോകമെങ്ങും കണ്ണോടിക്കുമ്പോൾ നോവലിൽ നിന്ന് ആഖ്യാനരൂപം വളരെ ഏറെ സജീവമാണ്. ലാറ്റിൻ അമേരിക്കൻ നാടുകളിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് ഭാഷയിലും പുതിയ നോവലുകൾ ഉണ്ടാകും. അവ അതേ സമയത്ത് തന്നെ നമുക്ക് വായിക്കാൻ ലഭ്യമാകുന്നില്ലെങ്കിൽ പോലും അവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ നമുക്ക് പുതിയ മാധ്യമങ്ങൾ തരുന്നു. അപ്പം അത് അത്തരം കൃതികൾ കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ലോക ഭാഷയിലുണ്ടായിട്ടുള്ള ശതകങ്ങളായിട്ടുള്ള കൃതികൾ ഇങ്ങനെ ഒരു പരമ്പരയായിട്ട് ഇപ്പോഴും മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം ഈ ആഖ്യാനരൂപം ഇത്രയേറെ സജീവമായിട്ടും ഇത് മരിച്ചു പോവുകയാണ്, ഇത് അവസാനിച്ചിരിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ വളരെ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. 60-കളിൽ നോവൽ മരിക്കുകയാണോ എന്ന പേരിൽ ഈസ് നോവൽ ഡൈയിങ് എന്ന പേരിലുള്ള ഒരു കൃതി ഉണ്ട്. അത്തരത്തിലുള്ള ആ കൃതിയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളുണ്ടായി. നോവൽ മരിച്ചു എന്ന് വളരെ പ്രമുഖനായിട്ടുള്ള അമേരിക്കൻ നോവലിസ്റ്റ് ഫിലിപ്പ് റോത്ത് പറയുന്നുണ്ട്. അതിനുശേഷം പല എഴുത്തുകാരും നോവൽ സമ്മാനം കിട്ടിയ നൈപ്പാൾ നോവലിനോടുള്ള വിരക്തി കൊണ്ട് ഞാനിന്ന് നോവൽ എഴുതുകയില്ല എന്ന് പറഞ്ഞു. ഇറ്റാലോ കൽവിനോ തനിക്ക് അന്യമായിട്ടും നോവൽ വായിക്കുകയില്ല എന്ന് തീരുമാനിച്ച ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നോവൽ എഴുതുന്നത്.
നോവലിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൃതി എഴുതിയിട്ടുള്ള മിലാൻ കുന്ദേര, ദ ആർട്ട് ഓഫ് ദ നോവൽ എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ള കുന്ദേര, അദ്ദേഹം ഈ മാധ്യമത്തിൻ്റെ ഒരു വർത്തമാനകാല പ്രസക്തിയെ സംബന്ധിച്ചിട്ടുള്ള സന്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായിട്ട്. നോവൽ എന്ന മാധ്യമത്തിൽ ശക്തമാണ്, പക്ഷേ സമൂഹം അതിനെ ആ മാധ്യമത്തിന് അന്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഒരു സന്ദേഹമാണ് കുന്ദേര പ്രകടിപ്പിച്ചത്. പക്ഷെ നോവൽ ഇന്ന് അതിൻ്റെ ഒരു വായനയുടെ ഒരു മേഖലയിൽ അത് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഴയ രീതിയിലല്ല അതിൻ്റെ ഒരു വായന ഇപ്പോൾ നടക്കുന്നത്. പഴയ 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖരായിട്ടുള്ള നോവലിസ്റ്റുകൾ എഴുതിയിരുന്നത് ടോൾസ്റ്റോയ് ആയാലും ബൽസാക്ക് ആയാലും ചാൾസ് ഡിക്കൻസ് ആയാലും ദസ്തയേവ്സ്കി ആയാലും ഒക്കെ അവരുടെ ഒരു ഈ ദേശത്ത് അവരുടെ രാഷ്ട്രങ്ങളിൽ ഉയർന്നു വന്ന് ഒരു പുതിയ മധ്യവർഗത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയിരുന്നത്. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ജീവിത പരിസരങ്ങൾ, അവരുടെ ജീവിത സംഘർഷങ്ങൾ, അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഈ പങ്കപ്പാടുകളും അവരെ അനുഭവിക്കുന്ന പ്രതിസന്ധികളും ഈ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഈ സാഹസികങ്ങളായിട്ടുള്ള ഉദ്യമങ്ങൾ, ഈ ചിലപ്പോൾ ആത്മാവിനെ പവിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന മനുഷ്യൻ്റെ വിവിധ ശ്രമങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങളാണ് അവർ എഴുതിയിരുന്നത്. ഇവ സ്വീകരിച്ചിരുന്നത് അതായത് ദേശങ്ങളിൽ ഈ പുതിയതായിട്ട് എമർജ് ചെയ്തിട്ടുള്ള ഒരു മധ്യവർഗമായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ പരിസരങ്ങൾ, ചുറ്റുമുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നോവലുകളിൽ നിന്ന് കാണും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നോവൽ എന്ന് പറയുന്നത് ജീവിത സത്യം ആയിരുന്നു. അപ്പം അക്കാലത്ത് നോവലുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ഇംഗ്ലണ്ടിലായാലും റഷ്യയിലായാലും നോവലുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത് പ്രമുഖങ്ങളായിട്ടുള്ള ഈ ദേശീയ പത്രങ്ങളുടെ ആർട്ട് ആൻഡ് കൾച്ചർ സപ്ലിമെന്റുകളിൽ ആണ്. അപ്പോൾ അത് ഈ വാർത്തകളെ സപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് ആ നോവലുകൾ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതായത് അവ ജീവിത യാഥാർത്ഥ്യമായിട്ട്, അതായത് കൽപ്പിത കഥ എന്ന നിലയ്ക്കല്ല, വെറുതെ ഒരു രസത്തിന് വായിക്കുന്ന കൽപ്പിത കഥ എന്ന നിലയ്ക്കല്ല, നമ്മുടെ ഒരു ജീവിതാപഗ്രഥനം, നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനം എന്ന നിലയിലാണ് ആളുകൾ ആ സമയത്ത് നോവലുകൾ വായിച്ചത്. ഒരു നോവൽ എഴുതുന്നതിന് അനേകം നിയമങ്ങളുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ അവ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം ഈ പറച്ചിലുള്ളത് ആ നോവലിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. ആ നോവൽ അത് ഒരു നിയമത്തിനും ബാധിക്കുന്നില്ല. ഒരു നോവലിൽ ഉള്ള കലാതന്ത്രം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു നോവലിലേക്ക് പകർത്താൻ വേണ്ടി പറ്റുന്നതല്ല. ഓരോ നോവലിനും ഓരോ കലാതന്ത്രമാണ്. ഒരു നിയമം നമുക്ക് ഒരു നോവലിലൂടെ സ്ഥാപിക്കാനോ കൊണ്ടുവരാനോ സാധ്യമല്ല. ഒന്ന് മറ്റൊന്നിലേക്ക് കടത്തി വരാനും പറ്റില്ല. അപ്പം അത് ഒരു മാന്ത്രിക പരവതാനി പോലെയുള്ള ഒന്നാണ്. ശരിക്കും അതൊരു നോവലിനെ നമുക്ക് പറയാവുന്നത് അത് തന്നെയാണ്, ഒരു മാന്ത്രിക പരവതാനിയാണ്. അതിൻ്റെ വളരെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന ഒരു മാന്ത്രിക പരവതാനി. താങ്ക് യു സർ. ഒരറിയിപ്പ്. DC-യുടെ 2ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ആദ്യ ദിവസമായ ഇന്ന് പ്രശസ്ത നർത്തകിയായ വിനീത നെടുങ്ങാടി അവതരിപ്പിക്കുന്ന ഈ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിന്റെയും ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെയും ദൃശ്യാവിഷ്കാരം ഈ സമ്മേളനം കഴിഞ്ഞാലുടൻ ആരംഭിക്കുന്നതാണ്. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. ഈ വർഷത്തെ ശ്രീ O.V. വിജയൻ സ്മാരക നോവൽ മത്സരത്തിലേക്ക് അവാർഡിന് പരിഗണിക്കപ്പെട്ട 5 നോവലുകളിൽ ഒന്നായ ശ്രീ സുരേഷ് P. തോമസ് എഴുതിയ 2048 കിലോമീറ്റർ എന്ന നോവൽ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ സേതുവിനെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി ശ്രീ C.V. ബാലകൃഷ്ണനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ O.V. വിജയൻ സ്മാരക അവാർഡിന് പരിഗണിക്കപ്പെട്ട 5 നോവലുകളുടെ കർത്താക്കളും ഇപ്പോൾ നമ്മോടൊപ്പം ഈ വേദിയിലുണ്ട്. അവരെ നേരിട്ട് പരിചയപ്പെടുന്നതിനായും 2 വാക്ക് അവർ സംസാരിക്കുന്നതിനായും ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ആദ്യമായി കുമാരി രോഷ്നി സ്വപ്ന, അരൂപികളുടെ നഗരം എന്ന നോവൽ എഴുതിയ കുമാരി രോഷ്നി സ്വപ്ന.
എന്നെ സംബന്ധിച്ചിടത്തോളം കവിതയിൽ നിന്ന് കൂടുതൽ സ്വതന്ത്രമായ എഴുത്തിൻ്റെ വഴികൾ തേടിയാണ് ഞാൻ ഇടയ്ക്കെങ്കിലും ചെറുകഥകളും ഇപ്പോൾ ഒരു നോവലിൻ്റെയും ഒരു അനുഭവത്തിലേക്ക് പകർന്നു കയറിയിട്ടുള്ളത്. കാരണം നേരത്തെ കഥാകൃത്ത് ശ്രീ ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വാക്കുകളുടെ മുറിവിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലേക്കാണ് ശബ്ദത്തിൻ്റെ മുറിവ് പോലെ മറ്റൊരു കടന്നുകയറ്റം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു സമഗ്രത, ഈ ശബ്ദങ്ങളുടെ കടന്നുകയറ്റം, സംഗീതം പോലും കാഴ്ചയുടെ കലയാകുന്ന ഈ ഒരു കാലത്ത് ഇത്തരം കടന്നുകയറ്റങ്ങളിൽ നിന്ന് ഈ ഒരു സമഗ്രതയെ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സമഗ്രതയെ ഒന്നിലേക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച, ഒരു അനുഭവം, അത് ഞാൻ എൻ്റെ എഴുത്തിലേക്ക് പകർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. കവിതകളിൽ വളരെ കുറച്ച് മാത്രം പ്രകടിപ്പിക്കാവുന്ന ചിലവയെ എനിക്ക് കൂടുതൽ വിശാലമായ ഒരു ക്യാൻവാസിലേക്ക് പകർത്താനായിട്ട് എൻ്റെ നോവലിലൂടെ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സമഗ്രതയിൽ നിന്നുകൊണ്ട് ഈ ഒരു കാലത്തെ പകർത്താനാണ് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാഷയുടെയും പ്രമേയങ്ങളുടെയും അനുഭവങ്ങളുടെയും ആവിഷ്കാരത്തിൻ്റെയും ഒക്കെ വിശാലമായിട്ടുള്ള മുൻ അനുഭവങ്ങൾ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ പ്രലോഭനമായി തന്നെ എൻ്റെ വഴിയിൽ അത് നിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കാനും ആ വെല്ലുവിളികളെ മറികടക്കാനുമുള്ള ഒരു ശ്രമം, ആ ശ്രമത്തിലേക്കുള്ള ചെറിയ ചെറിയ കാൽവെയ്ത്തുകളായിട്ടാണ് ഞാൻ ഈ ഒരു സമയത്തിൽ കാണുന്നത്. DC ബുക്സിൻ്റെ അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ടു എന്നതിന് DC ബുക്സിനോടും DC ബുക്സിലെ എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. അടുത്തതായി സംസാരിക്കാനായി അഭിലാഷിക എന്ന നോവൽ എഴുതിയ ജോസ് കെ മാനുവലിനെ ക്ഷണിക്കുന്നു. ഇവിടെ പൊതുവെ ഉയർന്നു കേട്ട ഒരു ചർച്ചാ വിഷയം വായന പരിമിതപ്പെടുകയാണ് എന്നുള്ളതാണ്. എനിക്കതിനോട് പൂർണ്ണമായിട്ടും യോജിപ്പില്ല. കാരണം ഒരു കാലത്ത് കഥ, നോവൽ, കവിത, യാത്രാവിവരണം ഇങ്ങനെ കുറച്ച് സാഹിത്യ മേഖലകൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മളിന്ന് അതിവിപുലമായ ഒരുപാട് സാഹിത്യ മേഖലകളുള്ള ഒരു കാലത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചലച്ചിത്ര സാഹിത്യം, തിരക്കഥാ സാഹിത്യം, ശരീരഭാഷയെ സംബന്ധിച്ചുള്ള പഠനം, അതുപോലെ തന്നെ സൈബർ സാഹിത്യ സംബന്ധമായ പഠനങ്ങൾ, ന്യൂറോ ലിംഗ്വിസ്റ്റിക്സിനെ പറ്റിയുള്ള പഠനങ്ങൾ, അതുപോലെ തന്നെ ഫെമിനിസത്തിന് ബദലായിട്ട് ഉയർന്നു വന്ന ഹ്യൂമണിസത്തെ പറ്റിയുള്ള ഒരു പഠനശാഖ തുടങ്ങിയവയെല്ലാം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അറിവുകൾ പ്രദാനം ചെയ്യുന്ന മറ്റൊരു ജ്ഞാനമേഖല ഒരു പ്രത്യേക അവസ്ഥയിൽ വളർന്നു വന്നിരിക്കുകയാണ്. ഇവയെല്ലാം വായനയുടെ വിപുല വിസ്തൃതമായ ഒരു മേഖലയാണ് തുറന്നിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ കഥയുടെ, നോവലിൻ്റെ, നാടകത്തിൻ്റെ വായനകൾ ഒരു വശത്തെ പരിമിതപ്പെടുന്നു എന്ന് തോന്നുമ്പോഴും വിശാലമായൊരു അർത്ഥത്തിൽ വായന മറ്റൊരു മേഖലയിലൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുൻകാലഘട്ടങ്ങളിലെ നോവലുകളിലെ ഒരുപാട് തലമുറകളുടെ ചരിത്രം പറയുന്ന നോവലുകൾ, അതുപോലെ തന്നെ ഒരുപാട് പേജുകളിലെ ദൈർഘ്യമുള്ള നോവലുകൾ ഒക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആചാര്യന്മാരായിട്ട് 30ഉം 40ഉം അതിലധികവും നോവലുകൾ എഴുതിയ വ്യക്തികളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ആധുനികതയിലേക്ക് വന്നപ്പോൾ, ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവസ്ഥ മാറി. നമ്മൾ ഇന്ന് വേഗതയുടെ ഒരു യുഗത്തിലാണ്. ആഖ്യാനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയ സ്വീകരണത്തിനുമെല്ലാം ഈ ഒരു വേഗതയുടെ ഒരു സ്വാധീനമുണ്ട്. ഈ വേഗത നമ്മുടെ സംസ്കാരത്തെ, ജീവിതാവസ്ഥയെ, ആസ്വാദനത്തെ എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളുടെ അറിവിൻ്റെ മണ്ഡലത്തെയും ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വരുമ്പോൾ അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്ന നോവലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇറങ്ങിയ നോവലുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ വലിപ്പത്തിലുള്ള ഒരു വ്യത്യാസം പ്രഥമ നോട്ടത്തിൽ തന്നെ നമുക്ക് വ്യക്തമാകും. ഇതിന് അപവാദങ്ങളില്ല എന്നല്ല പറയുന്നത്, എങ്കിലും പൊതുവായ ഒരു ദർശനത്തിൽ ഇങ്ങനെയൊന്ന് കാണുവാൻ കഴിയും. ഇത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം സംഭവിക്കുന്നതാണ്. ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് മറ്റ് വിനോദോപാധികൾ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു നോവൽ വായിച്ചു തീർക്കാൻ എടുക്കുന്ന അധ്വാനം പോലുമില്ലാതെ പെട്ടെന്ന് മറ്റു പലതും രസപ്രദമായിട്ട് വായിക്കുവാൻ കഴിയുന്നു, അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നു.
ഇങ്ങനൊരു സാഹചര്യത്തിൽ നോവലിൻ്റെ വായന പരിമിതപ്പെടുക എന്നത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല, കാലത്തെ അംഗീകരിക്കണം. എങ്കിലും നോവൽ എന്ന് പറയുന്നത് ശക്തമായ ഒരു സാഹിത്യശാഖയായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. നോവലിന് ആവിഷ്കരിക്കാൻ കഴിയുന്ന പ്രമേയങ്ങളുണ്ട്, അതിനൊരു ആഖ്യാന രീതിയുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്. അത് നോവലിനേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലൂടെ നോക്കുമ്പോൾ നോവൽ ഇപ്പോഴും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പുതിയ ഒരു കൂട്ടം എഴുത്തുകാരുടെ നോവലുകളിലൂടെ പ്രസിദ്ധീകരിക്കുമ്പോൾ മലയാളത്തിലേക്ക് പുതിയൊരു ചിന്തയുടെ, പുതിയൊരു സങ്കല്പത്തിൻ്റെ ഒരു അവസ്ഥ എത്തപ്പെടുകയാണ്. ഇതിൻ്റെ ഒരു തുടർച്ച നിങ്ങൾക്ക് ഇനിയും കാണുവാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും എനിക്ക് ഇതിലൊരു അവസരം തന്നതിന് DC ബുക്സിനോടും അതുപോലെ ഇതിൻ്റെ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഖനനങ്ങളുടെ ഓർമ്മയ്ക്ക് എന്ന നോവലെഴുതിയ ശ്രീ സുമോദിനെ അടുത്തതായി സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. ആദ്യമായി DCക്ക് നന്ദി. പുതിയ ഒരു തലമുറയെ നോവലെഴുതിപ്പിച്ചതിന് അല്ലെങ്കിൽ നോവലെഴുതാൻ പ്രേരിപ്പിച്ചതിന് നന്ദി. സമൂഹത്തോട് തോന്നുന്ന അവനവൻ്റെ അപകർഷതാബോധമാണ് എനിക്ക് തോന്നുന്നത് നോവലെന്ന്. ചിലപ്പോൾ എൻ്റെ ഒരു സങ്കല്പമായിരിക്കാം. സമൂഹത്തോട് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തോട് തോന്നുന്ന, നമ്മുടെ എഴുത്തിനോട് തോന്നുന്ന, നമ്മുടെ സ്വപ്നങ്ങളോട് തോന്നുന്ന അപകർഷതാബോധം, അതായിരിക്കും എൻ്റെ നോവൽ എന്നെനിക്ക് തോന്നുന്നു. നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അപകർഷതാബോധം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ജീവിക്കുന്നത് സാരമാകവും പാമുക്കുമൊക്കെ കുന്തേറിയൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി ഫ്രോയിഡ് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയിൽ അപകർഷതാബോധം ജനിക്കുമ്പോൾ അയാൾ വിജയത്തിലേക്കുള്ള പടികൾ അല്ലെങ്കിൽ അയാൾ ജീവിതത്തിലേക്കുള്ള പടികൾ കയറി തുടങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ആയിരിക്കാം നോവലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും DCയോട് ഒരുപാട് നന്ദി. പിന്നെ ഈ വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കത്ത് എന്ന ചെറുകഥയിലൂടെ എന്നെ ഏറെ വിസ്മയിപ്പിച്ച ശ്രീ സേതുവേട്ടൻ, അതുപോലെ ഈ അടുത്ത് വായിച്ച ഏറ്റവും മനോഹരമായ നോവലുകളായ അവനവൻ്റെ ആനന്ദം കണ്ടെത്തുവാനുള്ള വഴികൾ എഴുതിയ ബാലകൃഷ്ണൻ സാറ്, അവരോടൊക്കെ വേദി പങ്കിടാൻ കഴിഞ്ഞതും ഭാഗ്യമായി കരുതുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ശ്രീ P. രഘുനാഥ്, മറുമുഖം എന്ന നോവലിന്റെ കർത്താവാണ്. DC ബുക്സ് നടത്തിയ നോവൽ മത്സരത്തിലേക്ക് മറുമുഖം പരിഗണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തന്നെയുമല്ല, മഹാനായ എഴുത്തുകാരനായ ശ്രീ ഒഴുകി വിജയന്റെ പേരിലുള്ള ഒരു അവാർഡ് മത്സരത്തിനാണ് നോവൽ പരിഗണിക്കപ്പെട്ടത് എന്നത് ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ പണ്ട് എഴുതാൻ തുടങ്ങുന്ന കാലത്ത് DC ബുക്സിന്റെ കറണ്ട് ബുക്സിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തോന്നുമായിരുന്നു, എന്നെങ്കിലും ഒരു കാലത്ത് എൻ്റെ പുസ്തകവും ഇതുപോലെ DCയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന്. അന്നു മുതൽ മനസ്സിൽ എഴുതുന്നതിനോടൊപ്പം വായിക്കുന്നതിനോടൊപ്പം ആ എഴുത്തുകാരോടൊപ്പം വളർന്നു വരികയായിരുന്നു. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങൾ കാണുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിൽ ഒന്നായ ഈ നിമിഷത്തിൽ ഇവിടെ വെച്ച് ആ ഭാഗ്യം എനിക്ക് കിട്ടുന്നത്. അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ സേതു സാറും ബാലകൃഷ്ണൻ സാറും പറഞ്ഞതുപോലെ പുതിയ കാലത്തിലെ എഴുത്തുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നത് തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് വായനക്കാരെക്കാൾ കൂടുതൽ എഴുത്തുകാരുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മളുടേതായ എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, അത് വായനക്കാരുടെ മനസ്സിൽ ഒന്ന് തങ്ങി നിൽക്കണമെങ്കിൽ നാം എഴുതുന്ന ഭാഷയ്ക്ക്, നമ്മളുടെ ഓരോ പ്രമേയത്തിനും അതിൻ്റേതായ വ്യത്യസ്തത ഉണ്ടായിരിക്കണം. ആ ഒരു വെല്ലുവിളിയാണ് ഇന്നത്തെ എഴുത്തുകാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ഇവിടെ ബാലകൃഷ്ണൻ സാറും സേതു സാറും പറയുകയുണ്ടായി. അതുതന്നെയാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ മറ്റൊന്ന്, എഴുതുന്ന സമയത്തുള്ള പാരമ്പര്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഓരോ കഥ എഴുതാൻ തുനിയുമ്പോഴും അല്ലെങ്കിൽ നോവലിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും തോന്നും MTയുടെ രണ്ടാം മൂഴം, അല്ലെങ്കിൽ സേതു സാറിൻ്റെ പാണ്ഡവപുരം, ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, C. ബാലകൃഷ്ണൻ ആയുസിന്റെ പുസ്തകം, ഈ പുസ്തകങ്ങളുടെ ശ്രേണിയിലേക്ക്, ഈ പാരമ്പര്യത്തിന്റെ കണ്ണിയിലേക്കാണ് ഞാൻ എഴുതുന്ന ഓരോ വാക്കും ഓരോ വരികളും എൻ്റെ പ്രമേയങ്ങളും ചെല്ലുന്നത് എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു ഉത്തരവാദിത്വം നമ്മളെ ഒന്ന് പിടികൂടുകയാണ്. ആ നിമിഷത്തിൽ എഴുതണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയും
മനസ്സിലേക്ക് നിറയുന്നു. ആ ഒരു വെല്ലുവിളി തരണം ചെയ്യുക എന്നതാണ് മാനസികമായി ഇന്നത്തെ കാലത്ത് എഴുത്തുകാർ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം അവരൊക്കെ അത്രമാത്രം പ്രതിഭകളോടുകൂടി തിരിച്ചറിയപ്പെട്ട എഴുത്തുകാരാണ്. നമ്മളുടെ പ്രതിഭ എന്തെന്ന് അറിയുന്നതിനായി അവരെ കൂടി വായിച്ചു നോക്കുമ്പോഴാണ് അത് താരതമ്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഞങ്ങളെ ഭയവിഹ്വലരാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് പല എഴുത്തുകാരും ഇന്ന് നോവൽ എഴുതാൻ തുടങ്ങുന്ന പരീക്ഷണങ്ങളിലേക്ക് മുതിരുന്നത്. ഹൃദയത്തിന്റെ ഭാഷയിൽ എഴുതേണ്ടുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവർ പോസ്റ്റ് മോഡേണിസത്തിന്റെ പേരോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ഒരു പരീക്ഷണമായിട്ട് മുറിച്ച് എഴുതുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേണ്ടത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അത് എത്ര കാലം നിലനിൽക്കും എന്നറിയുന്നതിന് കാലം തന്നെ കാത്തിരിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട നോവലായ 2048 കിലോമീറ്റർ എന്ന നോവലിന്റെ കർത്താവായ ശ്രീ സുരേഷ് പി തോമസിനെ ക്ഷണിക്കുന്നു. DC-ക്ക് താങ്ക്സ് പറയുന്നു. സത്യമായിട്ട് നല്ല പേടിയുള്ളതുകൊണ്ടാണ്. ഒരു കാര്യം മാത്രം പറയണേ, ഈ വെല്ലുവിളികളെ കുറിച്ച് പറയുമ്പോഴും പുതിയ നോവൽ എഴുതുന്ന സമയത്തുള്ള ഒരു ഈസിനെസിനെ കുറിച്ച് ഇവിടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ വായനയുടെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പം ഈ എക്സ്പീരിയൻസിന്റെ ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാന്നുള്ളത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നിട്ട് എനിക്ക് ഒരു തികച്ചും എന്താ പറയുന്നത്, ഒട്ടും ചിതറി കിടക്കുന്ന അനുഭവങ്ങളെക്കാളും ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്ന ഇത്രയും പേർക്കും യൂണിഫോം ആയിട്ടുള്ള പല എക്സ്പീരിയൻസും ഉണ്ടാവും. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പണ്ടത്തെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഒരു വളരെ യൂണിഫോം ആയിട്ട് ഒരു എക്സ്പീരിയൻസ്, ഒരു യൂണിഫോം ആയിട്ടൊരു ലെവലുണ്ട്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പേടി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങനെ തിരിഞ്ഞാലും പേടിക്കേണ്ടതായ ഒരു അവസ്ഥയുണ്ട്. അത്തരം ഒരു അവസ്ഥയെ അഡ്രസ് ചെയ്യുന്നതിനുള്ള ഒരു ഈസും കൂടെ നോക്കണമെന്ന് മാത്രം പറയുന്നു. താങ്ക് യു. ശ്രീ ഒ വി വിജയന്റെയും ശ്രീ സേതുവിന്റെയും ശ്രീ സി വി ബാലകൃഷ്ണന്റെയും പാരമ്പര്യ ശ്രേണിയിലേക്ക് തന്നെ പുതിയ എഴുത്തുകാരായ എല്ലാവരും നടന്നു കയറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ പുതിയ എഴുത്തുകാർക്കും നന്ദി. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി DC's പബ്ലിക്കേഷൻ മാനേജർ ശ്രീ A.V. ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, DC ബുക്സ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ആദ്യ ദിനമായ ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീ ലക്ഷ്മൺ ഗേക്വാദിനും ആ ചടങ്ങിൽ സംബന്ധിച്ച അധ്യക്ഷ പ്രൊഫസർ മേഴ്സി വില്യംസ്, മുഖ്യപ്രഭാഷണം നൽകിയ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, KV തോമസ് MLA മോനായി തുടങ്ങിയവർക്കും, അതിനുശേഷം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഇന്നത്തെ ഫോക്കസായ നോവൽ ദിനത്തിൻ്റെ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ച പ്രശസ്ത നോവലിസ്റ്റ് സേതു, ശ്രീ C. ബാലകൃഷ്ണൻ, നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ നോവലിൻ്റെ പുതുമുളകളായ സുരേഷ് പി തോമസ്, ജോഷ്നി സ്വപ്ന, ജോസ് കെ മാനുവൽ, സുമോദ് പി രഘുനാഥ് എന്നിവർക്കും DC ബുക്സിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ഒ വി വിജയൻ സ്മാരക നോവൽ മത്സരം തീർത്തും വ്യത്യസ്തമായ ഒരു തരത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വിലയിരുത്തുന്നത്, ഈ കൃതികളെ വിലയിരുത്തുന്നത് നിങ്ങൾ വായനക്കാരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓരോ വായനക്കാരനെയും മികച്ച ആസ്വാദകനായി കണ്ടുകൊണ്ട്
അവർ നൽകുന്ന മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നോവൽ അവാർഡോ ഒ വി വിജയൻ സ്മാരക നോവൽ അവാർഡോ സമർപ്പിക്കപ്പെടുക. ആദ്യ പുസ്തകം പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഈ മാസം തന്നെ മറ്റ് പുസ്തകങ്ങളും മറ്റ് 4 നോവലുകളും ഇറങ്ങുന്നതാണ്. 2007 മെയ് 31 മികച്ച കൃതി തിരഞ്ഞെടുക്കാനുള്ള അവസരം ഓരോ വായനക്കാരനും വിട്ടുകൊടുത്തുകൊണ്ട് ഓരോ പുസ്തകത്തിനകത്തും മൂല്യനിർണ്ണയത്തിനുള്ള ഒരു ഫോം ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അയക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ച നിങ്ങൾക്കേവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി ഇവിടെ വിനീത നെടുങ്ങാടിയുടെ നൃത്ത രൂപം ഉണ്ടായിരിക്കും. വിനീത നെടുങ്ങാടിക്കും ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിനായി എത്തിച്ചേർന്ന മാധ്യമപ്രവർത്തകർ, കലാസ്വാദകർ, സാഹിത്യ ആസ്വാദകർ, പുസ്തകപ്രേമികൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.